നമസ്കാരം, എല്ലാവർക്കും ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 58 വർഷമായി സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ വാളകം സ്വദേശി ശ്രീ റോക്കി വർഗീസിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഞാൻ മൂവാറ്റുപുഴ വാളകം സ്വദേശിയാണ്. എൻ്റെ പേര് റോക്കി വർഗീസ് എന്നാണ്. ഞാനൊരു റിട്ടയർഡ് ഹാൻഡാണ് ഫ്രം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. സൈക്കിള് 58 വർഷങ്ങൾക്കപ്പുറം 66-ൽ ഞാൻ തുടങ്ങിയാണ് സൈക്ലിങ്. കാരണം ഈ മോമെൻ്റ് വരെ സൈക്കിളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സൈക്ലിങ്ങിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നത് സൈക്ലിംഗ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. സൈക്ലിംഗ് ആരോഗ്യത്തിൻ്റെ രഹസ്യവും ജീവിതചര്യവുമായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. സൈക്ലിംഗ് ഗീവ് മീ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസീസസ് ലൈക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, തൈറോയ്ഡ് എക്സെട്ര. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ ദിവസവും സൈക്കിൾ ചവിട്ടുന്നത് കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്താണ് സൈക്ലിങ് മറ്റുള്ള എക്സസൈസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്? കാരണം ഒരാൾ നടന്നാൽ ഏകദേശം 200 കലോറിയെ നഷ്ടപ്പെടുകയുള്ളൂ ഒരു മണിക്കൂറിൽ. അതേസമയം സൈക്കിൾ ചവിട്ടുന്നയാളുടെ ഭാരം അനുസരിച്ച് ഒരു മണിക്കൂറിൽ ഏകദേശം 600 മുതൽ 1000 കലോറി വരെ എരിച്ചു കളയാൻ പര്യാപ്തമാണ് സൈക്ലിങ്. നീന്തലിനെ സൈക്കിളിനോട് ഉപയോഗിക്കാൻ പറ്റിയില്ല. ചിലർ പറയുന്നുണ്ട് നീന്തലും സൈക്ലിങ്. ഒരിക്കലുമില്ല. കാരണം എയറോബിക് എക്സർസൈസാണ് സൈക്ലിങ്. കാരണം ഹൃദയത്തെ പൊന്നുപോലെ നോക്കും. വിദേശ രാജ്യങ്ങളിൽ 10-ൽ 9 പേരും സൈക്കിൾ ചവിട്ടുന്നവരാണ്. കാരണം അവർക്കതിനുള്ള ട്രാക്കും കാര്യങ്ങളുണ്ട്. സമയം നിർഭാഗ്യവശാൽ കേരളത്തിൽ നമുക്കതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിന് തക്ക ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും വിദേശ റോഡുകളിൽ ഉള്ളതുപോലെ ഇവിടെയും സൈക്കിൾ ചവിട്ടുവാൻ പ്രത്യേകം ട്രാക്ക് അത്യാവശ്യം തന്നെയാണ്. പ്രകൃതി ചികിത്സക്കാർ പറയുന്നു സൈക്കിള് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുകയും പ്രായമായവരും യുവാക്കളും എല്ലാം അവരുടെ ജോലി സമയം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും സൈക്കിൾ എപ്പോഴും കയറി നടക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു സ്റ്റേജല്ല. കാരണം ഞാനൊരു റിട്ടയർഡ് ഹാൻഡാണ്. ഞാൻ വിശ്രമജീവിതം നയിക്കുന്നയാളാണ്. കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല പലരും. നമുക്ക് പല ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയ്ക്ക് ഒരിക്കലും 24 മണിക്കൂർ സൈക്കിളും ചവിട്ടി നടക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട, ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരില്ല. സർട്ടൻലി ദർ ഈസ് നോ ഡൗട്ട് അറ്റ് ഓൾ. സംശയിക്കേണ്ട. അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. രോഗം വരാതെ നോക്കുന്നതാണല്ലോ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത്. പിന്നെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ തന്നെയാണെങ്കിലും നമുക്കറിയാം. പലരും ഞാനീ പറഞ്ഞപോലുള്ള ബീഫോ ഇറച്ചി വർഗ്ഗങ്ങളൊന്നും ഞാനങ്ങനെ കഴിക്കുന്നേ ഇല്ല. ഞാൻ കഴിക്കാറേ ഇല്ല. ഫ്രൂട്ട്സ്, ഗ്രൗണ്ട് നട്ട്സ് ഇങ്ങനെയുള്ള സംഗതി കഴിക്കും. പിന്നെ ലൈറ്റായിട്ടുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് കൂടുതലും. ഫ്രൂട്ട്സും കഴിക്കുക. എനിക്ക് ഷുഗറും മറ്റ് യാതൊരു ജീവിതശൈലി രോഗങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കഴിക്കാം. അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കഴിക്കുന്നുള്ളൂ. കാരണം ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളൂ. കാരണം ഞാനൊരു 20കാരൻ കഴിക്കുന്നതല്ല എനിക്ക് ആവശ്യമില്ല. ഈ 74 അടുത്തിരിക്കുന്ന എനിക്ക് ദഹിക്കുന്നതും അങ്ങനെയുള്ളതും വേണം കഴിക്കാൻ. പിന്നെ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് സൈക്കിളിൻ്റെ മഹത്വം. സൈക്കിൾ നമുക്ക് എല്ലാ വശത്തും ഒരുപോലെ. നിങ്ങൾ എയറോബിക് എക്സർസൈസ് പറയാൻ തന്നെ കാരണം കാല്, കയ്യ്, കാലിൻ്റെ അരക്കെട്ട്, കയ്യ്, കാല്, കണ്ണ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വളരെ കാര്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. രക്തചംക്രമണം, ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂട്ടാൻ ഇത് സഹായിക്കും. നിങ്ങൾ ഒരിക്കലും പറഞ്ഞാൽ സ്ട്രോക്ക്, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഇതൊന്നും വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടില്ല. ഇതിന് ശ്രമിക്കണം. നാളെ മുതൽ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്ന ആ മഹാഭാഗ്യശാലി താങ്കളാണോ? അതോ ഇതെല്ലാം യു റെഫ്യൂസ് ടു ഡൂ സോ എങ്കിൽ ആശുപത്രിയെ ശരണം പ്രാപിക്കുന്ന ആ നിർഭാഗ്യവാൻ ഒരുപക്ഷെ താങ്കളായിരിക്കും. വിഷ് യു ഓൾ ഗുഡ് സക്സസ് ഫോർ എ ഹാപ്പി ലോങ് ഹെൽത്തി ലൈഫ്. ഈ 74-ാം വയസ്സിലും സൈക്ലിങ്ങിന്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ട് ദിവസവും 30 കിലോമീറ്ററെങ്കിലും സൈക്കിൾ ചവിട്ടുന്ന ശ്രീ റോക്കി വർഗീസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.